ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് അവർക്ക് വേണ്ട ജോലികൾ പഠിപ്പിക്കുന്നതിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇതെന്തായാലും നമ്മൾ അമ്മമാർക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ ഇതിൽ ചിലപ്പോൾ നമുക്ക് പറ്റുന്ന പോയിൻറ്റ്സ് ഉണ്ടാവും, ചിലപ്പം നമ്മൾ ഓൾറെഡി ചെയ്യുന്നതുണ്ടാവും. നിങ്ങൾ എന്തായാലും ഇത് കേട്ട് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഈ വീഡിയോയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ടാസ്ക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ചെറിയ മക്കളാണെങ്കിൽ ചെറിയ ചെറിയ ജോലികൾ, ലൈക്ക് അവരുടെ ടോയ്സ് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ടേബിളൊന്ന് വൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പെറ്റ്സിന് എന്തെങ്കിലും ഫുഡ് കൊടുക്കുക. ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലേ. അതുപോലെ നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുകയും ചെയ്യും. ചെറിയ ജോലികളാകുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും എന്താണ് റെസ്പോൺസിബിലിറ്റി. ഒരുപാട് സ്ട്രെസ്സൊന്നും ആവാതെ തന്നെ ചെറിയ ജോലികൾ എന്താണെന്ന് കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഗോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ, അല്ലാതെ പെർഫെക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ല. പിന്നെ ഇത് റിപ്പീറ്റായിട്ട് ചെയ്യുമ്പോഴത്തേനും അവർക്കതൊരു റുട്ടീനായിട്ട് അവരുടെ ഉള്ളിൽ ഫോം ചെയ്യും. പിന്നെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടും അവരെ മോട്ടിവേറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതിലും കൂടുതൽ കുറച്ചുകൂടി ചാലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക്സ് കുറച്ച് നാൾ കഴിയുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു മോട്ടിവേഷൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ അവരൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമ്മൾ അവരെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുക, എന്തെങ്കിലും ഒരു കുഞ്ഞ് റിവാർഡ് കൊടുത്തിട്ട്, ലൈക്ക് സ്റ്റിക്കേഴ്സോ അങ്ങനെ, പിന്നെ അല്ലെങ്കിൽ ഗുഡ് ജോബ് എന്ന് പറഞ്ഞിട്ടോ. കാരണം നമ്മളുടെ ഓരോ വാക്കും അവർക്ക് ഒത്തിരി വിലപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ ചെറിയ ഏജിലെ ചെറിയ സക്സസ് കിട്ടുമ്പോൾ അവർക്ക് അത് അവരുടെ ലൈഫ് ലോങ് ഹാബിറ്റ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ് കൊടുക്കുന്നത്. അവർ റെസ്പോൺസിബിൾ ആവാനും മറ്റുള്ളവരായിട്ട് കോപ്പറേറ്റ് ചെയ്യാനും എല്ലാം ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ടാസ്കുകൾ കൊടുക്കാൻ വേണ്ടി നോക്കുക. അതായത് നമ്മുടെ കുട്ടികളുടെ ഏജും എബിലിറ്റിയും പിന്നെ അവരുടെ അറ്റൻഷൻ സ്പാനും അനുസരിച്ച് അത് മാച്ച് ചെയ്യുന്ന ജോലികൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കുഞ്ഞു ബേബികൾക്ക്, ടോഡ്ലേഴ്സിന് അവർക്ക് ടോയ്സ് പിക്കപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ചുകൂടി വലുതായിട്ടുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ അവരുടെ ബെഡ് മേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ടേബിൾ സെറ്റ് ചെയ്യാനോ ഒക്കെ പറ്റും. ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് കൊടുത്തിട്ട് അവർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷനും അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനുള്ളൊരു റെസിസ്റ്റൻസും വരും. അപ്പോൾ അവരുടെ കേപ്പബിലിറ്റീസ് അറിഞ്ഞുകൊണ്ട് മാത്രം അവർക്ക് ടാസ്കുകൾ കൊടുക്കുക. അത് ഉറപ്പായിട്ടും അവർക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന അവരുടെ കോൺഫിഡൻസ് വളർത്തിയെടുക്കാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ അവർക്ക് ഗ്രാജുവലി റെസ്പോൺസിബിലിറ്റി പഠിച്ചെടുക്കാനും പിന്നെ കൂടുതൽ വലിയ റെസ്പോൺസിബിലിറ്റീസ് നാച്ചുറലി അവർ ഏറ്റെടുക്കാനും എല്ലാം ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ പാരൻ്റൽ സ്ട്രെസ്സ് കുറയ്ക്കും, പിന്നെ കൺസിസ്റ്റൻസി കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യും. ഒരു പ്രാവശ്യം കുട്ടികൾ സക്സസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിനനുസരിച്ചിട്ടുള്ള ജോലികളിൽ സക്സസ് ആയി കഴിഞ്ഞാൽ അവർ നല്ല പ്രൗഡായിരിക്കും, മോട്ടിവേറ്റഡ് ആയിരിക്കും. പിന്നെ കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർ പ്രിപ്പയർഡും ആയിരിക്കും. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ടീച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. കാര്യങ്ങൾ കറക്റ്റായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഒരു പ്രാവശ്യം നമുക്കൊന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം, ക്ലിയറായിട്ടും സിമ്പിൾ സ്റ്റെപ്സ് ആയിട്ട്. ഇപ്പോൾ ടോയ്സൊക്കെ എടുത്ത് വയ്ക്കുന്നത് ഓരോന്ന് നമ്മുടെ രണ്ട് കയ്യിലും എടുത്തിട്ട് ആ ഒരു ബാസ്ക്കറ്റിൽ കൊണ്ടുവന്നിടുക, അങ്ങനെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ കൊണ്ടുപോയി വയ്ക്കുന്നത് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ കൂടുതൽ കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവർ കൂടുതൽ ബെറ്ററായിട്ട് പഠിപ്പിക്കുക നമ്മൾ പറയുന്നതിനേക്കാളും. അപ്പോൾ ടാസ്ക്സിനെ നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള കുട്ടി കുട്ടി പോർഷൻസായിട്ട് ഡിവൈഡ് ചെയ്യുക. ലൈക്ക് പാത്രങ്ങൾ എടുക്കുക, ജസ്റ്റ് കൊണ്ടുവന്ന് വയ്ക്കുക, അങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അവരതിനനുസരിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡൻസോട് കൂടിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും. അവരുടെ മിസ്റ്റേക്സ് കുറയും. പിന്നെ അവർക്ക് കൂടുതൽ കോമ്പിറ്റൻ്റ് ആയിരിക്കും. പിന്നെ അവർക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ചോദിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കുട്ടികൾക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കേപ്പബിൾ ആവും. പിന്നെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് പഠിപ്പിക്കുന്നത് അവർക്കൊരു പേഷ്യൻസ് ഉണ്ടാവാനും ഫോക്കസ് ഉണ്ടാവാനും പിന്നെ ലൈഫ് സ്കിൽസ് നേടിയെടുക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ലേൺ ചെയ്യുന്നത് കുട്ടികൾക്ക് ആ ഒരു കാര്യം മാസ്റ്റർ ചെയ്യാനും അതുപോലെ ന്യൂ റെസ്പോൺസിബിലിറ്റീസ് കോൺഫിഡൻ്റ് ആയിട്ടും സക്സസ്ഫുള്ളി അവർക്ക് പഠിച്ചെടുക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ ഇങ്ങനത്തെ ടാസ്കുകളെല്ലാം ഒരു ഗെയിം പോലെയൊക്കെ ആക്കുക. ലൈക്ക് നമുക്ക് ആര് ഫസ്റ്റ് ചെയ്യും, പിന്നെ പാട്ടൊക്കെ വെച്ചും കൊണ്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചാലഞ്ച് പോലെയൊക്കെ ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ ചെയ്താൽ അവർക്കത് കുറച്ചുകൂടി ഫണ്ണായിരിക്കും.
പിന്നെ അപ്പം നമുക്ക് എന്താ പറയുക, കുറച്ച് ടഫായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അതൊരു എൻഗേജിങ് ആക്ടിവിറ്റി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ആരാണ് ആദ്യം തന്നെ തുണി മടക്കി തീർക്കുക, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുമ്പോൾ പാട്ട് വയ്ക്കുക, അപ്പോൾ കുറച്ചൊന്ന് ഡാൻസൊക്കെ ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ പോസിറ്റീവ് എക്സ്പീരിയൻസ് വരുമ്പോൾ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കൂടുതൽ ഇഷ്ടമുണ്ടാവും. എനിക്ക് വയ്യാന്നും പറഞ്ഞ് മാറിയിരിക്കാനുള്ള ആ ഒരു റെസിസ്റ്റൻസൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ അവർക്ക് എൻജോയ് ചെയ്യുന്ന ടാസ്കുകൾ കൂടുതലും അവർ വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളതിൽ കുറച്ച് ഹ്യൂമർ, കുറച്ച് കോമഡിയൊക്കെ പറഞ്ഞ് അവരെ കുറച്ച് ട്രോളൊക്കെ ചെയ്ത് കുറച്ച് ക്രിയേറ്റിവിറ്റിയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമ്മളൊരു കളി പോലെയൊക്കെ നമ്മളും കൂടി ഇൻട്രാക്ട് ചെയ്യുമ്പോഴത്തേനും ഈ ജോലികൾ ചെയ്യുന്നതൊരു എന്താ പറയുക, ഇത് ചെയ്യണ്ടേ അങ്ങനെ ഒരു ഫീല് മാറിയിട്ട് ഒരു ഫാമിലി ആക്ടിവിറ്റി പോലെ, ഫൺ ആക്ടിവിറ്റി പോലെ അവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ കുട്ടികൾ ജോലികൾ ഫണ്ണിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുമ്പോഴത്തേനും അവർക്ക് പോസിറ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കിയെടുക്കാനോ അതൊരു ബേർഡനായിട്ട് അവർക്ക് ഒരിക്കലും തോന്നുകയില്ല. നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്, നമുക്കൊരു ക്ലിയർ പിക്ചർ വേണം. എന്താണ് നമുക്ക് ചെയ്യേണ്ടത് അത് കറക്റ്റായിട്ട് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്താണ് ഫൈനലി നമുക്ക് കിട്ടേണ്ടത്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, ഇത് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. അവർ ചിലപ്പോൾ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ കറക്റ്റ് ടൈമിന് ചെയ്യില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ചാർട്ടൊക്കെ ഉണ്ടാക്കിയാലൊക്കെ നല്ലതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ടു ഡു ലിസ്റ്റ് തന്നെ പിക്ചേഴ്സായിട്ടൊക്കെ ഒട്ടിച്ച് വയ്ക്കാം. അവരുടെ റൂമിൽ എന്തെങ്കിലും ചെക്ക് ലിസ്റ്റൊക്കെ വയ്ക്കാം. അപ്പം ഇത് നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുമ്പോഴത്തേനും അവർക്ക് ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് മനസ്സിലാവും. അതുപോലെ കുറച്ചും കൂടി അവർ റിലയബിൾ ആവും. ഇപ്പോൾ ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ അവരും അക്കൗണ്ടബിൾ ആയിരിക്കും. ഇങ്ങനെയാണ് അമ്മ പറഞ്ഞത്, അതുപോലെ തന്നെ ചെയ്യണം എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. പിന്നെ കുട്ടികൾക്ക് കറക്റ്റ് എന്താണ് വേണ്ടതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടി കേപ്പബിൾ ആയിരിക്കും. പിന്നെ ക്ലിയർ ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് തൊട്ടേ അവരൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഡെയിലി ലൈഫ് അവർക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക. നമ്മൾ നന്നായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുക. അയ്യോ വാവ ടോയ്സൊക്കെ എടുത്ത് വെച്ചല്ലോ, അതുപോലെ എന്തെങ്കിലും പ്ലേറ്റൊക്കെ കഴുകി എന്ത് നീറ്റായിട്ടാണ് ചെയ്തത്, ശരിക്കും ഒരു മിടുക്കി മോളാണ് കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് പോസിറ്റീവ് എൻകറേജ്മെൻറ്റ്സ് കൊടുക്കാം. അവർ ടാസ്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ മോട്ടിവേഷനായിരിക്കും, കൂടുതൽ നമ്മൾ എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഏജിൽ അവർക്ക് ഒരുപാട് ഡോപ്പമിൻ ഈ ഗെയിമിൽ നിന്നെല്ലാം കിട്ടുമ്പോൾ നമ്മളീ കൊടുക്കുന്ന എൻകറേജ്മെൻറ്റിൽ നിന്നുള്ള സന്തോഷം വളരെ കുറവാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും അതിനെ ബീറ്റ് ചെയ്യുന്ന രീതി, നമ്മൾ ശരിക്കും സ്ട്രഗിളാണ് ഇപ്പോഴത്തെ പേരൻസ് ഗോ ത്രൂ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ശ്രമിക്കാമെന്നാണ് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പിന്നെ നമ്മൾ എന്തെങ്കിലും കോംപ്ലിമെൻറ്റ്സ്, അതുപോലെ സ്റ്റിക്കേഴ്സ്, ചെറിയ റിവാർഡ്സ്, അതെല്ലാം നല്ല ബിഹേവിയറിന് നമ്മൾ കൊടുക്കുക. പിന്നെ എത്ര ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും സ്വന്തം അച്ഛനമ്മമാരിൽ നിന്ന് നല്ല വാക്ക് കേൾക്കുമ്പോഴോ ഗിഫ്റ്റ് കിട്ടുമ്പോഴോ അവരുടെ മനസ്സിലൊരു സന്തോഷം എന്തായാലും ഉണ്ടാവും. ആ ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിലും ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ എഫേർട്ടിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. പിന്നെ അവരത് എഫേർട്ട് ഇടുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുക. പെർഫെക്ഷൻ നമ്മൾ നോക്കരുത്. പിന്നെ നമ്മളത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ അവർക്കതൊരു കോൺഫിഡൻസും ആയിരിക്കും. ഒരു അക്കംപ്ലിഷ്മെൻറ്റ് കിട്ടിയ ഒരു ഭയങ്കര ഒരു നല്ല ഫീല് കിട്ടും. ചെറിയ ചെറിയ സക്സസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാം. അത് തന്നെ അവർക്കൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അത് അവർക്ക് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരും. കൂടുതൽ ജോലികൾ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ എന്താ പറയുക, ജോലികൾ കുട്ടികൾ അഡൽട്സിനെ കണ്ടാണ് പഠിക്കുന്നത്.
അപ്പോൾ നമ്മളെങ്ങനെയാണ് നല്ല രീതിയിൽ ജോലികൾ ചെയ്യുന്നത്, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി നമ്മൾ നല്ല ക്ഷമയോടും കൺസിസ്റ്റൻ്റായിട്ടും എല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മൾ അവരെ കാണിച്ചു കൊടുക്കുക. നമ്മളെങ്ങനെയാണ് നീറ്റായിട്ട് വീടിടുന്നത്, മറ്റുള്ള ഗസ്റ്റിനോട് നമ്മളെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, നല്ല ഫുഡ് നമ്മളെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുട്ടികൾക്ക് മോഡൽ ചെയ്യാവുന്നേ ഉള്ളൂ. പേരൻസ് ഈ ജോലികളെ നല്ല ഹാപ്പി ആയിട്ടും കംപ്ലൈൻ്റ് ഇല്ലാതെയും സ്ട്രെസ് ഫ്രീ ആയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ കുട്ടികൾക്കും അതിനൊരു ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. അപ്പം നമ്മളിത് മോഡൽ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തൊരു കാര്യം, വിഷ്വൽ ചാർട്ട്സ് അല്ലെങ്കിൽ സ്കെഡ്യൂൾസ് ആക്കി കൊടുക്കുക. കോർ ചാർട്ട്സൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും, ടാസ്ക്സ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈം ലൈനൊക്കെ വെച്ചിട്ട്. അപ്പോൾ അത് അവർക്കൊരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ് വരും. ഇത്ര ടൈമിന് ഇത് കംപ്ലീറ്റ് ചെയ്യണം, ഈ ഒരു ദിവസം ഇത്ര ടാസ്ക് ചെയ്യണം. അപ്പോൾ അവരുടെ പ്രോഗ്രസ്സും നമുക്ക് മനസ്സിലാവും. പിന്നെ സ്റ്റിക്കേഴ്സ്, മാഗ്നറ്റ്സ്, കളേഴ്സ് ഇതൊക്കെ യൂസ് ചെയ്യാം ഈ വിഷ്വൽ സ്കെഡ്യൂൾസിൽ. അപ്പോൾ അവർക്ക് കോൺസ്റ്റൻ്റായിട്ട് ഇതിങ്ങനെ നമ്മൾ റിമൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല. ഇതൊക്കെ അവരോട് തന്നെ ഒരു നമ്മൾ ജേർണലിംഗ് ഒക്കെ ചെയ്യില്ലേ, ജേർണലിംഗ് ഡയറിയൊക്കെ നമ്മൾ കുട്ടികൾ ചെയ്യില്ലേ, അതിൽ നമുക്ക് ഇതെല്ലാം ചെയ്തു വെക്കാവുന്നുള്ളൂ. പ്ലാനേഴ്സൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഈ ടാസ്കുകളൊക്കെ എഴുതി വെക്കാവുന്നുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് ഇതെല്ലാം പ്ലാൻ ചെയ്യാം, നമ്മുടെ ഗൈഡൻസോടുകൂടി ഈ ടാസ്കുകളൊക്കെ മാനേജ് ചെയ്യാം, അവരുടെ റൂം ഓർഗനൈസ് ചെയ്ത് വെക്കാം. അങ്ങനെ ഒരുപാട് അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് അവർക്ക് സെൽഫ് ഡിസിപ്ലിനും അക്കൗണ്ടബിലിറ്റിയും പ്രൊമോട്ട് ചെയ്യും. പിന്നെ അതുപോലെ ടീം വർക്ക് നമ്മളെ എൻകറേജ് ചെയ്യുക. കുട്ടികളെ ഒരുമിച്ച് എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക. ഓരോ ജോലികൾ വരുമ്പോൾ ഓരോ ടാസ്കുകൾ എങ്ങനെ നമുക്ക് കൊളാബറേറ്റ് ചെയ്യാം, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ സിസ്റ്ററിൻ്റെയോ ബ്രദറിൻ്റെയോ കൂടെ എങ്ങനെ തല്ലുപിടിക്കാതെ ചെയ്യുക, പേരൻ്റ് എങ്ങനെയാണ് പേഷ്യൻ്റായിട്ട് കാര്യങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ബുക്ക് കവർ ചെയ്യാനും സ്റ്റിക്കർ ഒട്ടിക്കാനും അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഫുഡ് ഉണ്ടാക്കാൻ അവരൊരുമിച്ച് ചെയ്യുക. അപ്പോൾ അത് കുറച്ചും കൂടി എൻജോയബിൾ ആയിരിക്കും കുട്ടികൾക്ക്. അതുപോലെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതും ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഈസി ആയിട്ട് ചെയ്തു തീർക്കാമെന്നുള്ള കാര്യങ്ങളും എല്ലാം അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഈ കോപ്പറേഷൻ നമ്മൾ എൻകറേജ് ചെയ്യുമ്പോഴത്തേനും ഫാമിലി ബോണ്ടിങ്ങും മറ്റുള്ളവരോടുള്ളൊരു എമ്പതി അതും എല്ലാം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പതിയെ പതിയെ നമുക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റി കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. ചെറിയൊരു ടാസ്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ നമുക്ക് കോംപ്ലക്സ് ടാസ്കുകൾ കൊടുക്കാം. കുട്ടികൾക്ക് സ്കിൽസൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നത് ഇത് അവർക്ക് കോൺഫിഡൻസും കോമ്പീറ്റൻസിയും ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കുട്ടികൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ കൊടുക്കുമ്പോൾ അവർക്കൊരു ട്രസ്റ്റ് ഫീൽ ചെയ്യും, അവർ കേപ്പബിൾ ആണെന്ന് അവർക്ക് ഫീൽ ചെയ്യും. അവരെ ഓവർവെം ചെയ്യാതെ അവർ പുതിയതായിട്ട് ഒരു സ്കിൽസ് മാസ്റ്റർ ചെയ്യുമ്പോഴത്തേനും അത് സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലികൾ അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്കൊരു ഇൻഡിപെൻഡൻസും അവർക്കൊരു ഓണർഷിപ്പൊക്കെ ഫീൽ ചെയ്യും. പിന്നെ അതുപോലെ പ്ലാൻ ചെയ്യാനും പ്രോബ്ലം സോൾവിങ് സ്കിൽസും അതെല്ലാം കുട്ടികൾക്ക് ഫ്യൂച്ചറിന് വരുന്ന ലൈഫ് ചാലഞ്ചസ് അല്ലേ, അതെല്ലാം അവർക്ക് നേടിയെടുക്കാൻ പറ്റും. അതുപോലെ കോൺസിക്വൻസ് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. ഈ ഓരോ ജോലി ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും, ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഓരോ ടാസ്ക് കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന റിവാർഡ്സ്, പ്രിവിലേജ്, അല്ലെങ്കിൽ വീട് വൃത്തിയാക്കുമ്പോൾ ഉള്ള നല്ലൊരു ടൈഡി സ്പേസ്, അതല്ലെങ്കിൽ നമ്മൾ ഓരോ ചോഴ്സും നമ്മൾ നിഗ്ലക്റ്റ് ചെയ്യുമ്പോൾ എന്താണ് കോൺസിക്വൻസ് വരുന്നത്, ഇതെല്ലാം മനസ്സിലാക്കാൻ അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അവരുടെ ആക്ഷൻസ് അവരെ തന്നെ എഫക്റ്റ് ചെയ്യുന്നു, അവരുടെ വീടിനെ എഫക്റ്റ് ചെയ്യുന്നു, അവർ പഠിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഡിസിഷൻ മേക്കിങ്ങും ഡിസിപ്ലിനും അവർ പഠിക്കും. പിന്നെ കുട്ടികൾ നല്ലൊരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഡെവലപ്പ് ചെയ്യും, നല്ലൊരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ ടാസ്കുകൾ മാനേജബിളായിട്ട് വെക്കാൻ പറ്റും. ഓരോ ചോഴ്സും നമ്മൾ ഒത്തിരി ലോങ് ആയിട്ടുള്ളതും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും നമ്മൾ കൊടുക്കരുത് കുട്ടികൾക്ക്. ഒരുപാട് ഓവർവെൽംഡ് ആണെങ്കിൽ അവർക്ക് തന്നെ മടുക്കും, ഫ്രസ്ട്രേഷൻ വരും, വേണ്ടാന്ന് തോന്നും. അപ്പോൾ ഓരോ വലിയ ജോലിനെയും ചെറുതാക്കി വെച്ചിട്ട് അച്ചീവബിൾ ആയിട്ടുള്ള സ്റ്റെപ്സായിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുക. അപ്പോൾ അത് അവർക്ക് കുറച്ച് എൻഗേജിങ് ആയിട്ട് ചെയ്യാനും പറ്റും. ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ അവർ സാറ്റിസ്ഫൈഡും ആയിരിക്കും.
കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെറിയ ടാസ്കുകൾ ചെയ്താൽ അവർക്ക് വലിയ ടാസ്കുകൾ ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളൊരു ലെസണും അവർക്ക് കിട്ടും. അപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് റിയലിസ്റ്റിക് ആയിട്ട് വയ്ക്കുക. കുട്ടികൾ റിലയബിൾ ആവാനും പെർസിസ്റ്റൻ്റ് ആവാനും എല്ലാം പഠിക്കുകയും ചെയ്യും. പുതിയ നല്ല ഹാബിറ്റ്സ് അവർ പഠിച്ചെടുക്കുകയും ചെയ്യും. അതുപോലെ ജോലികൾ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വെറൈറ്റി കൊണ്ടുവരിക ജോലികളിൽ. എപ്പോഴും ഒരേ ജോലി ചെയ്താൽ ഒരു ബോറടിക്കും അല്ലേ? അപ്പോൾ ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കും, പിന്നെ കൂടുതൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുക. വാക്യൂം ചെയ്യാൻ കൊടുക്കുക, പാത്രം കഴുകാൻ കൊടുക്കുക, തുണി നിവർത്തിയിടാൻ പറയുക. അപ്പോൾ അതൊരു തല്ലുപിടുത്തത്തിൽ നിന്നും ഒഴിവാക്കാനും ഹെൽപ്പ് ചെയ്യും. ചിലർക്ക് ഒരു ടാസ്ക് ആയിരിക്കും കൂടുതലിഷ്ടം. അപ്പോൾ നമുക്ക് അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി കുട്ടികൾ പ്രിപ്പയർഡ് ആയിരിക്കും പലതരം റെസ്പോൺസിബിലിറ്റീസ് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഫ്ലെക്സിബിൾ ആവാനും സ്കിൽ ബിൽഡ് ചെയ്യാനും കോപ്പറേഷനും എല്ലാം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതുപോലെ ഇൻഡിപെൻഡൻസ് നമ്മൾ എൻകറേജ് ചെയ്യാം. ഒരു ടാസ്ക് അവർ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അവരത് സ്വന്തമായിട്ട് ചെയ്യട്ടെ, നമ്മുടെ ഹെൽപ്പ് ഇല്ലാണ്ട് തന്നെ. നമ്മളത് അവർക്ക് എപ്പോഴും ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ എപ്പോഴും പോയിട്ട് കറക്റ്റ് ചെയ്യാനോ നിൽക്കണ്ട. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് വരും, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യും, പിന്നെ അതിൽ വരുന്ന പ്രോബ്ലം സോൾവിങ്ങും അവർ ചെയ്യും. നമ്മളെപ്പോഴും സൂപ്പർവൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലതല്ല. അത് നമുക്ക് പതിയെ മാറ്റാം. അവരവരുടെ തന്നെ കാര്യങ്ങൾ തന്നെ ചെയ്യട്ടെ. അപ്പോൾ അവരുടെ എബിലിറ്റിയിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക. അപ്പോൾ അവർ ചെയ്തു തരുന്ന കാര്യങ്ങളിൽ നമ്മൾ പ്രൗഡായിട്ടിരിക്കുക. അപ്പോൾ അവർ തന്നെ ഒരു റുട്ടീൻ ഫോം ചെയ്യാനും ഒക്കെ സ്വന്തമായിട്ട് തുടങ്ങും അവർക്ക് ഈ ഓരോ കാര്യങ്ങളിൽ റെസ്പോൺസിബിൾ ആവുമ്പോൾ. പിന്നെ നമ്മൾ പേഷ്യൻ്റ് ആയിട്ടിരിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. ഈ ജോലികൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്ന കാര്യങ്ങളാണ്. സ്റ്റെപ്സൊക്കെ ചിലപ്പോൾ കുട്ടികൾ മറന്നു പോകും, അവർ മിസ്റ്റേക്സ് ഉണ്ടാക്കും, ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും അവരുടെ കയ്യിൽ. അപ്പോൾ പേഷ്യൻസും കൺസിസ്റ്റൻസിയുമാണ് ഇതിൻ്റെ താക്കോലെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റിപ്പിറ്റേഷനായിട്ട് അവർ ചെയ്യട്ടെ. പിന്നെ നമ്മൾ ജെൻറ്റിൽ ഗൈഡൻസ് കൊടുക്കുക. പിന്നെ അവരൊരുപാട് കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുക അതൊന്നും ചെയ്യാതിരിക്കുക. കാരണം അപ്പോൾ അവർ ഈ റെസ്പോൺസിബിലിറ്റീനെ ഈ ഒരു ഇമോഷൻസായിട്ട് അസോസിയേറ്റ് ചെയ്യും. കൺസിസ്റ്റൻ്റായിട്ട് റുട്ടീൻ ചെയ്യുവാണെങ്കിൽ കുട്ടികൾ ഹാബിറ്റ്സ് താനേ വരികയും ചെയ്യും, ഒരു ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യുകയും ചെയ്യും. അടുത്തൊരു കാര്യം അവരുടെ അച്ചീവ്മെൻറ്റ്സ് സെലിബ്രേറ്റ് ചെയ്യുക. അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ കൊണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അതിന് ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പ്രൈസ് ചെയ്യുക അവരെ. ഓ മോൻ ഇത് ചെയ്തല്ലോ, അതുപോലെ അവർക്ക് കുട്ടി റിവാർഡ്സൊക്കെ കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ അവർക്കതൊരു മോട്ടിവേഷനും പിന്നെ ഒരു സെൻസ് ഓഫ് പേർപ്പസൊക്കെ അവർക്ക് ഫോം ചെയ്യും. അപ്പോൾ കുട്ടികൾ അവരുടെ എഫേർട്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുകയും പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കംസ് കൊണ്ടുവരികയും ചെയ്യും. പിന്നെ ഈ ഒരു സെലിബ്രേറ്റ് ചെയ്യുന്നത് കുറച്ച് മെമ്മറബിൾ മൊമെൻറ്റ്സ് ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ കുട്ടികളിൽ പോസിറ്റീവ് ഹാബിറ്റ്സ് ഫോം ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്തായാലും കുട്ടികൾ നല്ല ഹാബിറ്റ്സോടുകൂടിയും നല്ല കഴിവുള്ള മക്കളായിട്ടും വളർന്നു വരും. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലേ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ജനറേഷനെ തന്നെ വാർത്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ഹാപ്പി പാരൻറ്റിങ് ഞാൻ ആശംസിക്കുന്നു. നല്ല മക്കളായിട്ട് നമ്മുടെ കുട്ടികൾ വളർന്നു വരട്ടെ. നമുക്ക് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.